അങ്ങനെ ഒന്ന് മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് ചായയൊക്കെ കുടിച്ചങ്ങാണ്ട് ഞാൻ അടുക്കളത്തെ ബാക്കി പണി കൂടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കിച്ചണത്തെ ഡോറ് തുറന്നിട്ടതാണ് കേട്ടോ. അപ്പോൾ അതാ പൂച്ച വന്നിക്കണേ. പിന്നെ പൂച്ച നാളിങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ അതിന് വിശന്നിക്കണു തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൊടുക്കാമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഈ നമ്മളെ കിച്ചണത്തെ വേസ്റ്റൊക്കെ ഇടൂലേ, ആ ബക്കറ്റ് കൊണ്ടെങ്ങാണ്ട് പൂച്ചക്ക് ഇട്ട് കൊടുക്കുക എഴുതി. അപ്പോൾ ഇതിനെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തിന്നോട്ടെ എഴുതിട്ടോ. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയിട്ട് എടുത്തു. അപ്പോൾ ആ കാക്കകളും ഇട്ടാൽ തിന്നാൻ വേണ്ടി വന്നിക്കണേ. പിന്നെ പൂച്ചക്ക് ഇട്ടെടുത്തപ്പം പിന്നെ പൂച്ചയും അതിന് എന്തൊക്കെയാണ് കിട്ടിയിരിക്കണു തോന്നുന്നു. അപ്പോൾ അതും ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാ തിന്നണത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം വിശന്നിക്കണോണ്ടേ. അപ്പോൾ തിന്നണുണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ. അപ്പം ഞാൻ പൂച്ചക്കും കോഴിക്കൊക്കെ തിന്നാൻ കൊടുത്തങ്ങാണ്ട് ഉള്ളിൽ കയറിങ്ങാണ്ട് മീനിന് തീറ്റ ഇട്ട് കൊടുത്തിട്ടോ. അപ്പം മീൻ ഇങ്ങനെ തിന്നാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ മോൾക്കിന് വരും കേട്ടോ. അപ്പോൾ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിന് വരിക. മൊത്തം 4 മീനുകളാണ് ഇതിലുള്ള കേട്ടോ. അങ്ങനെ അവർക്ക് തിന്നാനൊക്കെ കൊടുത്തങ്ങാണ്ട് അതിന് മുകളിലത്തെ റൂമിലത്തെ ബ്ലാങ്കറ്റും മുസല്ലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തിരുമ്പിങ്ങാണ്ട് തോരട്ടു. അപ്പം ഒന്ന് മുകളിലത്തെ റൂമിൽ നനച്ചുള്ളിപ്പണി എടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അവിടുത്തെ ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് അത് തോരട്ടു. പിന്നെ അവിടുത്തെ ഒരു ബെഡ് ഉണ്ടായിരുന്നു, ഉന്നത്തിൻ്റെ ബെഡായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് ബെഡാണ്. അപ്പോൾ ആ ബെഡ് ഞാനൊന്ന് വെയിലത്ത് കൊടുന്നിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം അടുക്കളയിൽ പോയിട്ട് ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടോ. ഉപ്പേരി ഉണ്ടാക്കി, മീനും പൊരിച്ച്. പിന്നെ അതാ ഇന്നും ഞാൻ താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചീരൻ്റെ ഇല താളിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ചീരൻ്റെ ഇലയാണ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുണ്ടാവില്ല എന്ന് എന്തപ്പോൾ ഈ താളിപ്പ്. ഹസ്ബൻഡിന് ഇഷ്ടം താളിച്ചതാണ് കേട്ടോ. അധികം ഇലക്കറി കഴിക്കുന്നത് നല്ലതാണ് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ താളിക്കാണ് ചെയ്യുന്നത്. ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇല താളിച്ചു. അരച്ച കറിയിലേറെ തേങ്ങ അരച്ച് വെച്ച കറിയിലേറെ ഇഷ്ടം ഹസ്ബൻഡിനെ ഇങ്ങനെ താളിച്ചതൊക്കെയാണ് കേട്ടോ. മറ്റതും കൂട്ടൂല എന്നല്ല, ഏറ്റവും ഇഷ്ടം അതാണ്. അപ്പോൾ ഞാനങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കഴുകി വെച്ചിട്ട് ഹാളിലുണ്ടായിരുന്ന ഈ ലൈറ്റില്ലേ, ഈ ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ പൊടിയും മാറാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ തുടച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ചെറിയ ഇടകളൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴിയണ മാതിരിയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാളത്തെ ഒരു ഫാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാളത്തെ ഫാന് തുടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഫാന് തുടച്ചു. പിന്നെ ഷോക്കേസ് ഉണ്ടായിരുന്നു തുടക്കാൻ. ഷോക്കേസും തുടച്ച് അവിടുത്തെ ട്രോഫികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ. അതൊക്കെ ഒന്ന് എടുത്ത് പൊടിയൊക്കെ തട്ടി തുടച്ച് വെച്ച് ആ ഷോക്കേസ് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടോ. അങ്ങനെ ഷോക്കേസൊക്കെ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ രണ്ടാമത്തെ മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു, സ്റ്റഡി ലീവ് ചെയ്യുന്നു. അപ്പോൾ അവൾക്ക് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കഞ്ഞി ആയത് എടുത്തെടുത്ത് ഉപ്പേരി മീനും കൊടുത്തിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിങ്ങാണ്ട് മുകളിലത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് നല്ലോണം കേൾക്കുമ്പോൾ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇഷുമോൾ എടുത്തങ്ങാണ്ട് കേടെടുത്തി കളഞ്ഞതാണ്. ഇപ്പോൾ ഇത്ര പൂവുള്ള ടൈം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മാംഗോസിന് വാടി കിടക്കുന്നുണ്ട് കേട്ടോ. മാംഗോസിന് വെള്ളം കുറച്ച് കുറവായി കഴിഞ്ഞാൽ അപ്പോൾ അത് വാടും കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഞാനതൊന്നൊക്കെ നനച്ചു കൊടുത്തങ്ങാണ്ട് ലാസ്റ്റ് ഓസ് അതിൻ്റെ ചോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഓസ് ആ മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഞാനിതാ മുകളിൽ കയറിങ്ങാണ്ട് അവിടുത്തെ അലമാരയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ അലമാരയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ പിന്നെ ആ റൂമത്തെ കട്ടിൽ തുടക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ പഴയ തറവാട്ട് വീട്ടിലുണ്ടായിരുന്ന കട്ടിലാണ് കേട്ടോ അത്. പിന്നെ ഒരു കുഴപ്പമില്ലാത്ത കട്ടിലാണ്. അപ്പോൾ ആ കട്ടിലാണ് കേട്ടോ ഈ റൂമിലിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തുടച്ച് അതിൻ്റെ ആ സൈഡ് കൂടെയൊക്കെ മാറാലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുടച്ചെടുത്ത് അടിഭാഗമൊന്നും എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ എത്തൂലല്ലോ. അപ്പോൾ ആ കട്ടിലൊക്കെ ഒന്ന് മറിച്ചിട്ടെങ്ങാണ്ട് അതിൻ്റെ അടിഭാഗവും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടോ. അപ്പോൾ ഇത്രയും പണികളൊക്കെ അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേന് ഐഷുമോൾ സ്കൂളിൽ വന്നിട്ടുണ്ടോ. അവളെന്നെ കണ്ടതും ഓടി വന്നു കേട്ടോ. അവൾക്ക് ഒരു സമ്മാനം കിട്ടിയിരിക്കണ സ്കൂളിൽ നിന്ന് കാരണം ലസിന് കൊടുത്തതാണെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം അതും എനിക്ക് കാട്ടിത്തരാണ്. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ ലസിന് അറിയണത്.
അങ്ങനെ അവൾക്ക് ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കൊടുത്തങ്ങാണ്ട് ഞാൻ കുളിച്ച് ഇഞ്ച നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നങ്ങാണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ. അപ്പോൾ ഇതിന് ഹസ്ബൻഡൊക്കെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഇതിന് സമയം ഇതാ 3:15 കേട്ടോ ടൈം. ഞാൻ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വന്നപ്പം കൊണ്ടുവന്ന സാധനമാണ് കേട്ടത്. പൊരി അവലോടുന്നിക്കണം കേട്ടോ. പിന്നെ ഇതുണ്ടാക്കാൻ പാനൊക്കെ ഇട്ടുങ്ങാണ്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ബത്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ഒരു മിഠായി കേട്ടോ. പുളിമിഠായി കിട്ടിയൊക്കെ നൈഷയിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തുങ്ങാണ്ട് കഴിച്ചിരിക്കണേ. വൈകുന്നേരം ചായക്ക് കടിയും കൊടുന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. ചായക്ക് കടി കൊണ്ട് ഞാനൊരു പാത്രത്തൊക്കെ ഇട്ട് കാണിത്തരാം. പിന്നെ ഇതാണ് 3 സമൂസ ഉണ്ട്, 2 പരിപ്പ് വടയുണ്ട് കേട്ടോ. എനിക്ക് 3 എണ്ണം ഉണ്ട് പരിപ്പ് വട കൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പരിപ്പ് വട ഇഷ്ടം കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ ബത്തക്കമ്മന്നൊരു കഷ്ണം എടുത്തുകൊണ്ട് വെട്ടി ഞാൻ ഹസ്ബൻഡും കൂടിയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഐഷു പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അതിനോട് കളിക്കാനും പോകാൻ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ കേട്ടോ. ഇത് പൂട്ടിയിട്ടില്ലല്ലോ. ചെരുപ്പിട്ടോ ചെരുപ്പിടാതെ പോണത്.